എല്ലാവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ട്രേഡിംഗിന്റെ ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഹ്യൂജ് പ്ലാറ്റ്ഫോം ആണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂജ് പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ തന്നെ നമ്മളെ വലിയ രീതിയിൽ കടക്കാരനാക്കാനുള്ള ഒരു ചാൻസസും അവിടെ നമുക്ക് കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ചാൻസസ് നമ്മൾ വലിയൊരു കടക്കാരനായി മാറുക എന്നുള്ളതാണ് ഒരു കാര്യവും ചെയ്യാൻ അറിയാത്ത ആളുകളെ സംബന്ധിച്ച്. അപ്പൊ ട്രേഡിംഗിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്ന എല്ലാ വ്യക്തികളും ആദ്യമേ തന്നെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിർബന്ധിതരാകും. കാരണം അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി അവർ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ സെർച്ച് ചെയ്യും. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. എന്നാലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രേഡ് എടുക്കാനോ കാര്യങ്ങളോ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെയൊക്കെ നമ്മൾ പോയിട്ട് അവരുടെ ഓരോ ഇത് കണ്ടിട്ട് നമ്മൾ പോയിട്ട് ചേരുന്നത്. വലിയ വലിയ എമൗണ്ടുകൾ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് കോഴ്സസ് അറ്റൻഡ് ചെയ്യുക. ഈ ഒരു ട്രെയിനിങ് കോഴ്സസിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മാത്രമല്ല നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരിക. അതിനുശേഷം നമ്മൾ ട്രേഡ് എടുത്ത് നഷ്ടപ്പെടുന്ന എമൗണ്ടും എല്ലാം ഇതിൽ പെടുന്നതാണ്. അത് വലിയ വലിയ ലോസുകളായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. പലപ്പോഴും നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ നമുക്ക് ഒരുപാടായിട്ടുണ്ട്. പക്ഷെ അതിലേറെ കൂടുതൽ ഈ ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞ രീതിയിൽ മറ്റുള്ളവരെ പറ്റിക്കുന്ന രീതിയിലുള്ള ആളുകളും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത്തരം ആൾക്കാരെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ട്രെയിനിങ് കോഴ്സ് എടുക്കാനായിട്ട് പാടുള്ളൂ. അതായത് നമുക്ക് എപ്പോഴും കൂടുതലും നമുക്ക് ഇന്ന് കിട്ടുന്നത് ഓൺലൈനായിട്ട് നമ്മൾ കോഴ്സുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള കുറേ സെഷൻസും അതിൽ തന്നെ ഒരു 100,000 ആൾക്കാർ ഒന്നിച്ചിരുന്നിട്ടുള്ള ഒരു സെഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ എന്ന് പറയുമ്പോൾ ആ ഒരു കണ്ടന്റ് തന്നെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് സ്ട്രാറ്റജി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ട്രെയിനിങ് സെഷൻ അവിടെ നടക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം കൺഫ്യൂഷൻസും, ഒരു ബിഗിനർ ആയിട്ട് ചെല്ലുന്ന ഒരാൾക്ക് ഏതെടുത്താലാണ് എനിക്ക് നല്ലൊരു ട്രേഡ് എടുക്കാൻ പറ്റുക, ഏതാണ് എനിക്ക് നന്നായിട്ട് വർക്ക് ആകുക എന്നുള്ള ഒരു കാര്യം പോലും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിനുള്ളിൽ ഒരു 100,000 സ്ട്രാറ്റജികളും അതുപോലെ തന്നെ ഒരുപാട് ടെക്നിക്കൽ ടേംസുകളും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വാക്കുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം പഠിച്ചു വരുമ്പോഴത്തേനും നമുക്ക് ഒരു ട്രേഡ് എടുക്കാനായിട്ട് കഴിയാൻ പറ്റാതെ വളരെയധികം കൺഫ്യൂഷൻസ് ആണ് ഈ ഇത്തരം ട്രെയിനിങ് കോഴ്സുകൾ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ എന്റെ VIP ചാനൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ പറഞ്ഞു, കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ള അവരുടെ പെയിൻഫുൾ ആയിട്ടുള്ള അവരുടെ കുറെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് പെയിൻഫുൾ ആയിട്ടുള്ള കുറെ അനുഭവങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. കാരണം ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ട്രേഡിങ്ങിനെ കുറിച്ച് അറിയണം, പഠിക്കണം. അപ്പൊ ട്രെയിനിങ് അത്യാവശ്യമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 2, 3, 4, 5 ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടും ഒരു ട്രേഡ് പോലും സ്വന്തമായിട്ട് എടുക്കാൻ അറിയില്ല. അപ്പൊ ട്രേഡ് എടുക്കാൻ അറിയില്ല എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്. കുറെ അങ്ങ് മുകളിലോട്ട് പോകുമ്പോൾ ഒരു സെൽ എടുക്കുക, കുറെ അങ്ങ് താഴേക്ക് എത്തുമ്പോൾ ഒരു ബൈ എടുക്കുക. അത്തരത്തിലുള്ള ഒരു ട്രേഡിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു പെർഫെക്റ്റ് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡർ സക്സസ് എന്ന് പറയുന്നത്. ഒരു പെർഫെക്റ്റ് ട്രേഡ് എന്ന് പറയുമ്പോൾ അതിനൊരു പെർഫെക്റ്റ് എൻട്രി ഉണ്ടായിരിക്കണം, അതിനൊരു പെർഫെക്റ്റ് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആണെങ്കിൽ ആ റിസ്കിനെ മാനേജ് ചെയ്യാനും ഈ എടുക്കുന്ന ആൾക്ക് അറിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതൊരു പെർഫെക്റ്റ് ട്രേഡിംഗ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. പലപ്പോഴും നമ്മളുടെ ഒരു യൂട്യൂബുകളിലായാലും അല്ലെങ്കിൽ മറ്റെല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും നമ്മൾ കാണുന്ന കുറെ കാര്യങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ തന്നെ നമ്മൾക്ക് അവരുടെ ലോട്ട് സൈസ് ശ്രദ്ധിച്ചാൽ അറിയാനായിട്ട് പറ്റും. ലോട്ട് സൈസ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ലോട്ട് സൈസ് ആണ്. അതായത് 1 ലോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ 0.50 ലോട്ട് ആയിരിക്കും. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിരിക്കും. പക്ഷെ അവരുടെ എൻട്രികളും എക്സിറ്റ് പൊസിഷൻസും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതായത് ഒരു ട്രേഡ് എടുത്തു, അത് എവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 പോയിന്റ് അങ്ങോട്ട്, അല്ലെങ്കിൽ മാക്സിമം 1 പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോഫിറ്റിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ലോട്ട് സൈസ് വളരെയധികം കൂടുതലാകുന്നത് കൊണ്ട് തന്നെ അതിൽ കാണിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പൊ അത് മാത്രമാണ് എപ്പോഴും ഒരു ബിഗിനർ ആയിട്ടുള്ള ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ആ പ്രോഫിറ്റിൽ കാണിക്കുന്ന ഡോളർ എത്രയാണ് എന്നുള്ളത് മാത്രമായിരിക്കും. പക്ഷെ അയാളുടെ എൻട്രിയും എക്സിറ്റും അതിനുള്ളിലുള്ള ആ പ്രോഫിറ്റിന്റെ പോയിന്റ് എത്രയാണെന്ന് ഒരിക്കലും ശ്രദ്ധിക്കില്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗിനർ ആയിട്ട് ജസ്റ്റ് ഒരു $100 മാത്രം ഇടാൻ എബിലിറ്റി ഉള്ള ഒരാൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കുക? അവർക്ക് എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ്, ഒരു ഇൻകം കിട്ടുക? ഒരിക്കലും സാധിക്കില്ല. നമ്മളൊരു 0.01 ലോട്ട് സൈസ് എടുത്ത് ഒരു മിനിമം ഒരു ട്രേഡ് ഒരു 40 പിപ്സ്, അതായത് ഒരു $4 എങ്കിലും ഒരു മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം
മാത്രമാണ് നമുക്ക് അത്യാവശ്യം അതൊരു ട്രേഡ് ആണെന്നെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. 1 പോയിന്റോ അല്ലെങ്കിൽ അര പോയിന്റോ അല്ലെ 1.5 പോയിന്റോ എടുക്കാനായിട്ട് നമുക്ക് ഇത്രമാത്രം പഠിക്കാനോ അല്ലെങ്കിൽ വലിയ വലിയ സ്ട്രാറ്റജികളോ അല്ലെങ്കിൽ വലിയ വലിയ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും നമുക്ക് ആവശ്യമേ ഇല്ല. അത് എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. എപ്പോഴും കുറെ മുകളിലോട്ട് പോകുമ്പോൾ എന്താ പറയാ, അവിടെ നിന്ന് സെൽ എടുക്കുക, കുറെ ഡൗൺ ആകുമ്പോൾ അവിടെ നിന്ന് ബൈ എടുക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സക്സസ് ആയാലും നമ്മളൊരു എൻഡ് ഓഫ് ദി മന്ത് എടുത്തു കഴിയുമ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് ലോസ് ഉണ്ടാവും. അപ്പൊ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാള് ഒരു ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു നമുക്ക് ട്രെയിനിങ് തരുന്ന ഒരാള് അവരെടുക്കുന്ന ഒരു ട്രേഡ് എന്ന് പറയുമ്പോൾ അത് എത്ര പോയിന്റ് വരെ അതിനൊരു മൂവ്മെന്റ് ഉണ്ട്, മിനിമം അതൊരു 40 പിപ്സ് എങ്കിലും പോകുന്നുണ്ടോ, അത് എങ്കിൽ മാത്രമാണ് നമുക്കൊരു ചെറിയ ലോട്ട് സൈസ് ഇട്ട് കഴിഞ്ഞാലും ഒരു 0.01 ഒരു $4 കിട്ടുക എന്ന് പറയുന്നത് തീരെ ചെറിയൊരു കാര്യമല്ല. അപ്പൊ നമുക്കൊരു കുറച്ചുകൂടെ ലോട്ട് സൈസ് കൂട്ടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻകം അത് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡോളർ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ നല്ലൊരു എമൗണ്ട് കിട്ടും. ആ രീതിയിൽ ട്രേഡ് കഴിയുന്ന ഒരു ട്രെയിനർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ട്രെയിനിങ് സെഷനിൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ അവർ തരുന്ന സിലബസ് തന്നെ നോക്കുക, ഒരുപാട് കോൺസെപ്റ്റുകൾ അതിൽ കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ മൊത്തം നമ്മൾ PSC പഠിക്കാനിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഇത് പഠിച്ചിട്ട് വന്നിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. വീണ്ടും നമ്മൾ പല സിഗ്നൽ ഗ്രൂപ്പുകളെയും വീണ്ടും നമ്മൾ പുതിയ പുതിയ സ്ട്രാറ്റജികൾ അന്വേഷിച്ച് ആരൊക്കെ കൊടുക്കുന്നുണ്ടോ അവിടെ എവിടെയൊക്കെയാണ് എനിക്ക് പുതിയ കിട്ടുന്നത്, അപ്പൊ പുതിയത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു രീതിയിലല്ല നമ്മൾ ഒരിക്കലും ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടത്. ആരാണോ നമുക്ക് ഒരൊറ്റ സ്ട്രാറ്റജിയിൽ നമ്മളെ മാസ്റ്റർ ആക്കുന്നത് ആ ആളായിരിക്കും നമുക്ക് ഒരു പെർഫെക്റ്റ് ട്രേഡ് എടുക്കാൻ നമ്മളെ വില്ലിങ് ആക്കുന്നത്. കാരണം എപ്പോഴും നമ്മൾ ഒരു 1000 കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് ഒരു കാര്യവും നമുക്കില്ല. 1000 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എവിടെ അപ്ലൈ ചെയ്യണം എന്ന് പോലും അറിയില്ല. പക്ഷെ 1000 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം, അതിൽ ഒരെണ്ണം കണ്ടെത്തി അതിൽ നമ്മൾ മാസ്റ്റർ ആയാൽ മാത്രമേ നമുക്കൊരു ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം വിശ്വസിച്ച് ഒരിക്കലും നമുക്ക് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ട്രെയിനിങ് സെഷനിലേക്ക് പോകാനോ നമുക്ക് സാധിക്കില്ല. അതായത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ മോഹന വാഗ്ദാനങ്ങളിലെല്ലാം പെട്ടുപോകുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ക്യാഷ് ആണ്. ഇത് നമുക്ക് ആരും തിരിച്ചു തരികയോ ആരും ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയോ ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു മോഹന വാഗ്ദാനങ്ങൾ ഇത്രയും പ്രോഫിറ്റ് ഒക്കെ ഏൺ ചെയ്യാൻ കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവും, പക്ഷെ അതിൽ നമുക്ക് ഒരുപാട് എഫേർട്ട് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസസിന്റെ ആവശ്യമുണ്ട്. ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവനവന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കുന്ന ആളുകളുടെ അടുത്ത് നിന്ന് മാത്രം നമ്മൾ ട്രെയിനിങ് സെഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരൊറ്റ കാര്യം മാത്രം, ഒരുപാട് കൺഫ്യൂഷൻ ഇല്ലാതെ ഒരൊറ്റ കാര്യം മാത്രം നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് ലൈവ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മളെ ഒരു ട്രേഡർ ആക്കി മാറ്റുന്ന അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് സെഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത്രയും ഹ്യൂജ് എമൗണ്ടുകളൊക്കെ കൊടുത്ത് ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. 100,000 ആൾക്കാരെ ഒരുമിച്ചിരുത്തി ഒരു ട്രെയിനിങ് സെഷൻ നടക്കുമ്പോൾ ഒരിക്കലും അവർക്ക് നമ്മളുടെ കാര്യങ്ങളൊന്നും നമുക്ക് മാനേജ് ചെയ്യാനോ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി തരാനോ ഒന്നും സമയം ഉണ്ടായിരിക്കില്ല. കോഴ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, നമ്മൾ ഒരു വഴിക്ക് പോകും, നമ്മൾ വീണ്ടും കോഴ്സുകൾക്കും സ്ട്രാറ്റജികൾക്കായിട്ടും അലഞ്ഞുകൊണ്ടേയിരിക്കും. അതെന്ന് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും ട്രേഡിങ് നമുക്ക് സക്സസ് ആവാനായിട്ട് പറ്റില്ല. ഒരുപാട് ട്രെയിനിങ് സെഷൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ ഒരു കാര്യം മാത്രം ചിന്തിച്ചോളുക, എനിക്ക് പേടി കൂടാതെ ഒരു ട്രേഡ് എങ്കിലും പെർഫെക്റ്റ്ലി എനിക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടോ, ഞാൻ ഇത്രയും ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തു, സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നിട്ടുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഒരാളിപ്പോ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തന്നു, ആ പഠിപ്പിച്ചിരിക്കുന്ന ആളായിരിക്കില്ല നെക്സ്റ്റ് നമ്മുടെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വരുന്നത്, വേറൊരാളായിരിക്കും നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത്. ട്രേഡ് ചെയ്യുന്നതിന് മുൻപ് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനിമം $100 ഇട്ടിട്ടായാലും നമുക്ക് 0.01 ലോട്ട് സൈസിൽ നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് എടുക്കാനായിട്ട് സാധിക്കും. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ദിവസം ഒരു ട്രേഡ് എന്നുള്ള രീതിയിലാണ്, ആ ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ്. അതിന്റെ SL ചിലപ്പം $10 $12 അങ്ങനെയൊക്കെ ആ ഒരു SL കാര്യങ്ങൾ വരും. ഇപ്പൊ അതൊരു SL ഹിറ്റ് ആയാൽ പോലും നമുക്ക് അത്ര മാത്രമേ നമുക്ക് ലോസ് വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഹ്യൂജ് എമൗണ്ട്സ് ഒക്കെ ഇട്ടിട്ട് ഈ ട്രേഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ചെറിയ എമൗണ്ട് ഇട്ട് തന്നെ ഇതിൽ പ്രാക്ടീസ്
ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് ഈ 0.01 ലോട്ട് സൈസിൽ തന്നെ നമ്മൾ ഒരു 50 പിപ്സ് എങ്കിലും മിനിമം നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രേഡിംഗ് സക്സസ് ആകാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നമുക്കൊരു 3-4 ട്രേഡ് ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ മാക്സിമം 2 ട്രേഡ് മാത്രം നമ്മൾ എടുക്കുക. അതിൽ നമുക്ക് 2 സക്സസ് ആയി ഒരെണ്ണം പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് അവിടെ ഓവറോൾ പ്രോഫിറ്റ് ആയി നിൽക്കും. അതല്ലാതെ നമ്മൾ ഈ ചെറിയ 1 പോയിന്റ് അല്ലെങ്കിൽ 1/2 പോയിന്റ് 1.5 പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ട്രേഡ് എടുക്കേണ്ടി വരും. അതിൽ ഏതെങ്കിലും ലോസ് വരുമ്പോൾ അത് ഹ്യൂജ് ലോസ് ആവുകയും ചെയ്യും. നമുക്ക് ഒരിക്കലും ഓവറോൾ അത് പ്രോഫിറ്റ് ആക്കി വെക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ SL കൂടുതലും നമ്മുടെ പ്രോഫിറ്റ് വളരെയധികം കുറവുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു ട്രെയിനിങ് സെഷൻ എടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ പല രീതിയിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത്, നമുക്ക് യൂട്യൂബുകളിലൊക്കെ ഒരുപാട് നല്ല വീഡിയോസ് അവൈലബിൾ ആണ്. അതൊക്കെ റിസർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് എക്സാക്ട് വേണ്ടതെന്നുള്ളതിനൊരു വ്യക്തമായ ഒരു ക്ലാരിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഇത്തരം മോഹന വാഗ്ദാനങ്ങൾ നമുക്ക് ഒരു ട്രേഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വലിയ മില്യണേഴ്സ് ആകാം എന്നുള്ള ആ ഒരു തോട്ട് അങ്ങ് മാറ്റി വെച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളത് ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ VIP ചാനലിലാണെങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുള്ള പല ക്ലയൻസും നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്യാറുണ്ട്. അതൊക്കെ കുറച്ചതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാർക്കറ്റിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാം. അവർക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഞാൻ എപ്പോഴും VIP ചാനലിൽ ഒരു സിഗ്നൽ ആണ് ഡെയിലി കൊടുക്കുക. ചില ദിവസം മാർക്കറ്റ് വളരെയധികം മോശമാണെങ്കിൽ ഞാൻ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാറുമില്ല. കാരണം ചില ദിവസം നമ്മൾ എടുക്കുന്നതിനേക്കാൾ ലോസ് വരുന്നതിനേക്കാൾ ഭേദം നമ്മൾ എടുക്കാതിരിക്കുക എന്നുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കാരണം അവരെപ്പോഴും ഈ പുറമേയുള്ള കാര്യങ്ങൾ അവരൊരുപാട് കൊടുക്കുന്നുണ്ടല്ലോ, നമുക്ക് പോകുന്നതിന് സിഗ്നൽ എന്തുകൊണ്ട് തന്നുകൂടാ എന്നുള്ള രീതിയിൽ പല രീതിയിൽ സംസാരിക്കാറുണ്ട്. അത് ഒരിക്കലും അവരുടെ പ്രശ്നമല്ല, അവരുടെ അറിവില്ലായ്മയാണ്. അപ്പൊ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോലും എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. കാരണം മറ്റ് പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസസ് അവർക്കുണ്ട്. അതായത് അവർ മറ്റുള്ളവരുടെ നോക്കുമ്പോൾ പോകുന്നതിന് ഇഷ്ടംപോലെ സിഗ്നൽസും കാര്യങ്ങളും ഇഷ്ടംപോലെ ട്രേഡ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ അത് അവർക്ക് ഫുൾ പ്രോഫിറ്റ് ആക്കാം എന്നൊരു തോന്നൽ മാത്രമാണ് ഉള്ളത്. പക്ഷെ ഒരു ദിവസം ഒരു 8-10 സിഗ്നൽ കൊടുക്കാൻ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല. എവിടെന്നെങ്കിലുമൊക്കെ എൻട്രി എടുത്തിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഒരു 10 സിഗ്നൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 9 സിഗ്നൽ ലോസും ഒരു സിഗ്നൽ ഒരു 60 പിപ്സോ 70 പിപ്സോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രോഫിറ്റബിൾ ആകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നല്ല രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ട്രെയിനിങ് പ്ലാറ്റ്ഫോമുകൾ സെലക്ട് ചെയ്യുന്നതിന് മുൻപ് അവരെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്, അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് എന്താണെന്ന് നമ്മൾ ആദ്യമേ നോക്കണം. അതായത് ഓവറോൾ പ്രോഫിറ്റ് അല്ല നമ്മൾ നോക്കേണ്ടത്, അവരുടെ ലോട്ട് സൈസ് എന്താണെന്നുള്ളതും അവർ എൻട്രി ആൻഡ് എക്സിറ്റ് ഒരു മിനിമം ഓരോ ട്രേഡും ഒരു 50 അല്ലെങ്കിൽ ഒരു 40 പിപ്സ് എങ്കിലും പോയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അത്തരം പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ആ സിലബസും കാര്യങ്ങളും കൂടി ഒന്ന് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ചിട്ടാണോ ചെയ്യുന്നത്, അത് 1-2 സ്ട്രാറ്റജികളാണോ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഒരുപാട് ടെക്നിക്കൽ ടേംസ് അറിഞ്ഞതുകൊണ്ടോ ഒരുപാട് ട്രെയിനിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ പറ്റില്ല. ട്രേഡിങ്ങിൽ എപ്പോഴും നമ്മൾ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ടോ, ട്രേഡ് എടുത്തിട്ട് പേടി കൂടാതെ നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടോ, ഇത് മാത്രമാണ് ഒരു ട്രേഡറുടെ സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ കുറെ കാര്യങ്ങൾ ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടോ കുറെ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടോ ഒന്നും അവരൊരു വലിയ ട്രേഡറോ ഒന്നും ആയി മാറുന്നില്ല. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു ട്രെയിനിങ് സെഷനിലേക്ക് പോകാനും അല്ലെങ്കിൽ ഒരു VIP ചാനൽ ഒരു സിഗ്നൽ ഗ്രൂപ്പുകളിലേക്കൊക്കെ പോകാനായിട്ട് വളരെയധികം നമ്മൾ കെയർഫുൾ ആയിരിക്കണം. കാരണം ഒരുപാട് തട്ടിപ്പുകളും ചതിക്കുഴികളും ഒക്കെ ഉള്ള ഒരു മേഖലയാണിത്. പക്ഷെ വളരെ നല്ല രീതിയിൽ നടക്കുന്ന നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് കറക്റ്റ് നല്ല രീതിയിൽ നോക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. ട്രേഡിങ്ങിന്റെ ഒരു റിയാലിറ്റി ആദ്യമേ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് ഇറങ്ങാതെ നമുക്ക് ഇതൊന്ന് പഠിച്ചെടുത്ത് ഒരു ട്രേഡർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ലോട്ട് സൈസ് ഒക്കെ കൂടി നമുക്ക് ഈ പറയുന്ന ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മുടെ ട്രെയിനിങ് സെഷൻ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇൻഡിവിജ്വൽ സെഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. നമ്മൾ എങ്ങനെയാണോ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നത്, നമ്മളൊരു സിമ്പിൾ സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുകയും നമ്മൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഗോൾഡിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ സെഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. ആദ്യമായിട്ട് ഫസ്റ്റ് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ആദ്യമേ നമ്മൾ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ട്രേഡിംഗ് പ്രാക്ടീസിങ് സെഷൻ ആണ്. ഇതിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്
ആ വ്യക്തി എപ്പോഴാണോ ഒരു പെർഫെക്റ്റ് ട്രേഡർ പ്ലസ് ഒരു അനലിസ്റ്റ് ആവുന്നത്, ആദ്യമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ നമ്മൾ അത്യാവശ്യം മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുകയോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ട്രേഡർ പ്ലസ് അനലിസ്റ്റ് ആകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ സെഷൻസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഡൗട്ട്സ് എല്ലാം നല്ല രീതിയിൽ ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി എപ്പോഴാണോ എന്റെ സഹായമില്ലാതെ ട്രേഡ് എടുക്കാനായിട്ട് പ്രാപ്തയാകുന്നത് ആ ഒരു സമയമാണ് അതിന്റെ ഒരു ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത്. കാരണം ഓരോ വ്യക്തികളും മനസ്സിലാക്കുന്ന രീതി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരാളെ ഒരു ട്രേഡർ ആക്കി മാറ്റും. ഒരാളുടെയും സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു സിഗ്നലിന്റെ സഹായമില്ലാതെ നല്ല രീതിയിൽ അവർക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ ഈ ട്രെയിനിങ് സെഷനിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവരതിലൂടെ പ്രാക്ടീസ് ചെയ്ത് ഒരു ട്രേഡർ ആവുകയും ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 തരത്തിലുള്ള ട്രേഡിംഗ് ചാനലാണ് നമുക്ക് ഉള്ളത്. ഒന്ന് ഫ്രീ ആയിട്ടുള്ള VIP ചാനൽ ഉണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള VIP ചാനൽ ഉണ്ട്. പെയ്ഡ് ആയിട്ടുള്ള VIP ചാനൽ എന്ന് പറയുന്നത് മന്ത്ലി $15 ആണ് സബ്സ്ക്രിപ്ഷൻ ചാർജ്. നമ്മളുടെ റെഫറൽ ലിങ്കിന്റെ അണ്ടറിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്ത് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.